OnePlus Node ഒരു അപ്പർ മിഡ് ടയർ ഫോണും OnePlus Node C ഒരു മിഡ് ടയർ ഫോണുമാണ്. അവരുടെ പ്രൈസിങ്ങും അങ്ങനെ തന്നെയാണ്. ആൻഡ് OnePlus Nodeൽ വരുന്ന പ്രൊസസർ എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 765Gയും OnePlus Node Cയിൽ സ്നാപ്ഡ്രാഗൺ 750G ആണ് വരുന്നത്. ഈ നമ്പർ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ മറ്റേതാണല്ലോ കൂടുതൽ, സോ അതിനേക്കും കൂടുതൽ പെർഫോമൻസ്. എന്നാൽ അങ്ങനെയല്ല. സോ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു OnePlus Node ഫോൺ വാങ്ങിക്കാൻ പോകണമെങ്കിൽ നോഡ് സീരീസിൽ നമുക്ക് 2 ഫോൺസ് ഉണ്ട്. ഒന്ന് OnePlus Node ഉണ്ട്, OnePlus Node C ഉണ്ട്. അവർ തമ്മിൽ പ്രൈസ് ഡിഫറൻസും പല കാര്യങ്ങളും ഡിഫറൻസ് ആയിട്ടുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. ഞാൻ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഫസ്റ്റ് ഡിസ്പ്ലേ സൈസ് ആണ് നോക്കുക, ബിക്കോസ് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഏകദേശം സെയിം ആണ്. ഏകദേശം സെയിം അല്ല, സെയിം ആണ്. നമ്പേഴ്സിൽ ചെറിയൊരു പോയിന്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. OnePlus Nodeൽ 6.44 ഇഞ്ച് ഡിസ്പ്ലേയും OnePlus Node Cയിൽ 6.43 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. രണ്ടും ഫുൾ HD AMOLED പാനൽസ് ആണ്. ചെറിയൊരു ഡിഫറൻസ് വരുന്നത് വെച്ചാൽ OnePlus Nodeൽ 410 പിക്സൽസ് പെർ ഇഞ്ചും OnePlus Node Cയിൽ 408 പിക്സൽസ് പെർ ഇഞ്ചാണ്. പക്ഷെ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ജസ്റ്റ് ആ പേപ്പറിൽ എഴുതുമ്പോൾ മാത്രം ഒരു 2 പിക്സൽസ് കുറവുണ്ടെന്നേ ഉള്ളൂ. പിന്നെ രണ്ടും 90 Hz ആണ്. സോ രണ്ടും സ്മൂത്ത് അടിപൊളി ഡിസ്പ്ലേസ് ആയിരിക്കും. പിന്നെ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലാണ്. OnePlus Node അവർ എടുത്ത് പറയുന്നുണ്ട് കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷെ OnePlus Node Cയുടെ കാര്യത്തിലൊന്നും പറയുന്നില്ല. സോ നമുക്ക് മനസ്സിലാക്കാവുന്ന വെച്ചാൽ അതിൽ ഗൊറില്ല ഗ്ലാസ് 5 ആയിരിക്കില്ല, വേറെ എന്താണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷെ ഗൊറില്ല ഗ്ലാസ് 5 അല്ല. പിന്നെ രണ്ടിലും 6GB 8GB 12GB റാം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് സ്റ്റോറേജിൽ വരുമ്പോൾ OnePlus Nodeൽ 64GB അവൈലബിൾ ആണ്. പക്ഷെ OnePlus Node Cയിൽ 64GB ഇല്ല, പകരം 128ഉം 256 മാത്രമേ ഉള്ളൂ. നോഡിലാവുമ്പോൾ 64, 128, 256 ഉണ്ട്. ആൻഡ് രണ്ടും UFS 2.1 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇപ്പം ഞാൻ ഈ വീഡിയോയുടെ ബിഗിനിങ്ങിൽ പറഞ്ഞ പോലെ OnePlus Node ഒരു അപ്പർ മിഡ് ടയർ ഫോണും OnePlus Node C ഒരു മിഡ് ടയർ ഫോണുമാണ്. അപ്പം ഞാനൊരു മിഡ് ടയർ ഫോൺ, ഒരു അപ്പർ മിഡ് ടയർ, ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ഒരു ഫോൺ വാങ്ങിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുക പ്രൊസസ്സറിനെ കുറിച്ചിട്ടാണ്. ബിക്കോസ് ആ പ്രൊസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഫോൺ എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്നുള്ള സംഭവം. അതിന് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകുമ്പോൾ ഞാൻ നോക്കുന്ന ഫാക്ടേഴ്സ് വേറെ ആയിരിക്കും, അത് വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷെ ഒരു മിഡ് ടയർ ഫോണിൽ വരുമ്പോൾ ഞാൻ പ്രൊസസ്സറാണ് മെയിനായിട്ട് നോക്കുന്നത്, ബിക്കോസ് ഓഫ് എ ലാസ്റ്റിംഗ് ഫാക്ടർ. സോ OnePlus Nodeൽ വരുന്ന പ്രൊസസ്സർ എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗന്റെ 765G എന്നുള്ള പ്രൊസസ്സറാണ്. ആൻഡ് OnePlus Node Cയിൽ സ്നാപ്ഡ്രാഗന്റെ 750G പ്രൊസസ്സറാണ് വരുന്നത്. സോ നമ്മൾ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഓക്കെ മറ്റേത് 765 ആണ്, ഇത് 750 ആണ്. ഒബ്വിയസ്ലി 65 ആയിരിക്കണമല്ലോ ബെറ്റർ 50-നേക്കാളും. പക്ഷെ അങ്ങനെയല്ല. അവിടെയാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നത്. ബിക്കോസ് സ്നാപ്ഡ്രാഗൺ 750G എന്ന് വെച്ചാൽ നമ്മുടെ OnePlus Cയിലുള്ള പ്രൊസസ്സർ, അതിൻ്റെ CPU എന്ന് വെച്ചാൽ കൈറിൻ 570 ഫാമിലിയിൽ വരുന്ന CPU ആണ്. ഇതേ ഫാമിലി തന്നെയാണ് നമ്മളുടെ സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ഹയസ്റ്റ്, ഒരു ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ 865 ചിപ്സെറ്റിലും വരുന്നത്. അതുപോലെ ഇതിൽ യൂസ് ചെയ്യുന്ന കോഴ്സ് ബേസ് ചെയ്തിരിക്കുന്നത് ARM Cortex A77 എന്നുള്ള സീരീസിലാണ്. ആൻഡ് നമ്മുടെ OnePlus Nodeൽ വിച്ച് ഹാസ് സ്നാപ്ഡ്രാഗൺ 765G, അതിലത്തെ കോഴ്സ് ബേസ് ചെയ്തിരിക്കുന്ന ARM Cortex A76 സീരീസ് ആണ്, വിച്ച് ഇസ് മറ്റേതിനേക്കാളും പഴയതാണ്. സോ അതുകൊണ്ട് ഈ സ്നാപ്ഡ്രാഗൺ 750Gയിലാണ് നമുക്ക് ഗീക്ക് ബെഞ്ച് സ്കോർസും AnTuTu സ്കോർസും ഒക്കെ ഹയർ വരുന്നത് 765 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഒബ്വിയസ്ലി 750Gയിലാണ് നമുക്ക് 765Gനേക്കാളും കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നത്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ OnePlus Node C ഒരു മിഡ് ടയർ ഫോൺ ആണെങ്കിലും അതിലത്തെ പ്രൊസസ്സറാണ് OnePlus Node ഒരു അപ്പർ മിഡ് ടയർ ഫോണിന്റെ പ്രൊസസ്സറിനേക്കാളും CPU പെർഫോമൻസിൽ ബെറ്റർ. പക്ഷെ ഗ്രാഫിക്കൽ പെർഫോമൻസ് വരുമ്പോൾ നമ്മുടെ OnePlus Nodeൽ വിച്ച് ഹാസ് സ്നാപ്ഡ്രാഗൺ 765G അതിൽ വരുന്നത് Adreno 620 GPU ആണ്. ആൻഡ് OnePlus Node Cയിൽ അതിൽ സ്നാപ്ഡ്രാഗൺ 750G ആണ് വരുന്നത്. അതിൻ്റെ കൂടെ വരുന്ന GPU എന്ന് വെച്ചാൽ Adreno 619 ആണ്. അത് പേര് പോലെ തന്നെ 620 is better than 619. സോ ഗ്രാഫിക്കൽ പെർഫോമൻസിൽ OnePlus Node ആണ് നല്ലത്. പക്ഷെ CPU പെർഫോമൻസിൽ OnePlus Node C ആണ് ബെറ്റർ. നെക്സ്റ്റ് നമുക്ക് ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ നോക്കാം. ബാറ്ററി ലൈഫിലാണെങ്കിൽ OnePlus Node Cക്ക് വരുന്നത് 4500 mAh ബാറ്ററി കപ്പാസിറ്റി ആണ്. ആൻഡ് OnePlus Nodeൽ വരുന്നത് 4115 mAh ബാറ്ററി കപ്പാസിറ്റി ആണ്. സോ സിയിലാണ് കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ളത്. അതുകൂടാതെ OnePlus Node Cയിൽ വാർപ്പ് ചാർജ് 30T+ഉം OnePlus Nodeൽ വാർപ്പ് ചാർജ് 30T ആണ് വരുന്നത്. പക്ഷെ ഞാനിത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിത് തമ്മിലൊരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. രണ്ടിനും 0 to 70% അരമണിക്കൂർ കൊണ്ട് ചാർജ് ആവുമെന്ന് പറയുന്നുണ്ട്. സോ ഇവർ എന്താണ് ഈ 30T+ എന്നുള്ള സംഭവമായിട്ട് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും ഒരു ഡിഫറൻസ് കാണും. ഓർ അതിപ്പോൾ ഇന്റർനെറ്റിൽ ഞാൻ കണ്ടത് തെറ്റായിരിക്കും. സോ അത് തെറ്റാണെങ്കിൽ ഓർ അതിന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ
അത് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇനി ക്യാമറാസിലേക്ക് വരുമ്പോൾ OnePlus നോഡിന് ബാക്കിൽ 4 ക്യാമറാസും OnePlus നോഡ് സിക്ക് ബാക്കിൽ 3 ക്യാമറാസുമാണ്. OnePlus നോഡിന്റെ 4 ക്യാമറയിലത്തെ മെയിൻ സെൻസർ അവരെടുത്ത് പറയുന്നുണ്ട് സോണി IMX586 സെൻസറാണ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണായ OnePlus 8 യൂസ് ചെയ്യുന്ന സെയിം സെൻസറാണ് അവർ ഈ ഒരു അപ്പർ മിഡായി ഫോണിലും യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് 48 മെഗാ പിക്സൽസ് ആണ്. OnePlus നോഡ് സിയുടെ കേസിൽ വരുമ്പോൾ അവർ സെൻസർ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ആൻഡ് അവർ പറയുന്ന വെച്ചാൽ മെഗാ പിക്സൽ കൗണ്ട് കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, 64 മെഗാ പിക്സൽസ് ആയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ലെങ്സ് ആയിട്ട് രണ്ടിലും വരുന്ന അൾട്രാ വൈഡ് ക്യാമറ തന്നെയാണ്. അത് രണ്ടും 8 മെഗാ പിക്സലാണ്. രണ്ടും 119 ഡിഗ്രി ആംഗിളുള്ള ക്യാമറാസ് ആണ് വരുന്നത്. പിന്നെ വരുന്ന ക്യാമറാസ് രണ്ടിലും ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. OnePlus നോഡിൽ 2 ക്യാമറാസും കൂടി വരുന്നുണ്ട്, ഒരു ഡെപ്ത് ലെൻസും പിന്നെ ഒരു മാക്രോ ലെൻസും ആണ്. ആൻഡ് OnePlus നോഡ് സിയിൽ ഒരു എക്സ്ട്രാ ക്യാമറയും കൂടി വരുന്നുള്ളൂ, അതൊരു മോണോ ലെൻസ് ആണ്. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യത്തിൽ വരുമ്പോൾ രണ്ടും 4K 30 frames per second ഷൂട്ട് ചെയ്യും. ചെറിയൊരു ഡിഫറൻസ് വരുന്നത് സ്ലോ മോഷന്റെ കാര്യത്തിലാണ്. സ്ലോ മോഷനിൽ OnePlus നോഡ് ഫുൾ HD 240 frames per second ഷൂട്ട് ചെയ്യും. പക്ഷെ OnePlus നോഡ് സി 720p or HD റെസൊല്യൂഷനിൽ മാത്രമേ 240 frames per second ഷൂട്ട് ചെയ്യുള്ളൂ. പിന്നെ വരുന്നത് ഫ്രണ്ട് ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറയിൽ വരുമ്പോൾ നമുക്കറിയാം OnePlus നോഡിന് 2 ക്യാമറയും OnePlus നോഡ് സിക്ക് ഒരു ക്യാമറയേ ഉള്ളൂ. OnePlus നോഡിന് 2 ക്യാമറ വെച്ചാൽ ഒരു മെയിൻ ലെൻസും ഒരു അൾട്രാ വൈഡ് ലെൻസും ആണ്. ആ മെയിൻ ലെൻസിൽ 32 മെഗാ പിക്സൽസ് ആണ് വരുന്നത്. അതുപോലെ OnePlus നോഡ് സിയുടെ മെയിൻ ക്യാമറയിൽ 16 മെഗാ പിക്സൽസ് ആണ് വരുന്നത്. വേറൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോഗ്രാഫിയിൽ OnePlus നോഡ് 4K at 60 frames per second വരെ ഷൂട്ട് ചെയ്യും. പക്ഷെ OnePlus നോഡ് സി 1080p or full HD at 60 frames per second ഷൂട്ട് ചെയ്യുള്ളൂ. പിന്നെ വരുന്നത് വെച്ചാൽ OnePlus നോഡ് സിക്ക് അവർ ഇപ്രാവശ്യം ഹെഡ്ഫോൺ ജാക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ OnePlus നോഡിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, ടൈപ്പ് സി കണക്ടർ മാത്രമേ ഉള്ളൂ. ഹെഡ്ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളൊന്നെങ്കിൽ അഡാപ്റ്റർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ടൈപ്പ് സി തന്നെ കണക്ടർ വരുന്ന ഹെഡ്ഫോൺസ് യൂസ് ചെയ്യണം. ആൻഡ് 2-3 കളേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ വരുന്ന വെച്ചാൽ ഫോണിന്റെ വെയിറ്റിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. OnePlus നോഡ് വെയിറ്റ് കൂടുതലാണ്, 184 grams ആണ്. പക്ഷെ OnePlus നോഡ് സി 170 grams മാത്രമേ വെയിറ്റ് ഉള്ളൂ. അതുകൂടാതെ OnePlus നോഡ് സിക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ OnePlusന്റെ 60ക്ക് ശേഷം അവർ ഇറക്കിയിട്ടുള്ള ഏറ്റവും തിന്നസ്റ്റ് ഫോണാണ്. 7.9 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. അത് OnePlus നോഡ് വെച്ച് കമ്പയർ ആണെങ്കിൽ OnePlus നോഡിന് 8.2 mm തിക്നെസ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസിങ് വരാണെങ്കിൽ OnePlus നോഡ് 25,000 rupees or 24,999 ആണ് വരുന്നത്. അതുപോലെ OnePlus നോഡ് സി വരുന്നത് 23,000 rupees or 22,999 ആണ് വരുന്നത്. ഇത് ഇപ്പോഴത്തെ OnePlusലത്തെ വെബ്സൈറ്റ് പ്രൈസസ് ആണ് ഞാൻ ഈ പറയുന്നത്. ആൻഡ് ഈ പ്രൈസിന് നമുക്ക് രണ്ടിലും കിട്ടുന്ന ബേസ് ഓപ്ഷൻസ് എങ്ങനെയാന്ന് വെച്ചാൽ OnePlus നോഡിന്റെ കാര്യത്തിൽ 6GB റാമും 64GB ആണ് സ്റ്റോറേജ് കിട്ടുന്നത്. OnePlus നോഡ് സിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 64GB ഇല്ല, അതുകൊണ്ട് നമുക്ക് 6GB റാമും 128GB സ്റ്റോറേജ് ആണ് നമുക്ക് ആ പ്രൈസിൽ കിട്ടുക. ആൻഡ് രണ്ടും 5G ആണ്, രണ്ടിലും ഡ്യുവൽ സിം സ്ലോട്ട്സ് ഉണ്ട്, രണ്ടും Bluetooth 5.1 ആണ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ സിമിലർ ആയിട്ടാണ് വരുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് വാങ്ങിക്കാനുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിഫറൻസ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ആ പ്രോസസ്സിന്റെ കാര്യമൊക്കെ പ്രത്യേകിച്ച് ഹെൽപ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. OnePlus നോഡിന്റെ ഏതെങ്കിലും സീരീസ് ഫോൺസ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.